ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 12ാം ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാ ദിവസത്തെയും ദിനചര്യ പോലെ രാവിലെ തന്നെ അനീഷും ഇന്നത്തെ ഡോക്ടർ ബിന്നിയാണ് കേട്ടോ. അനീഷും ബിന്നിയും തമ്മിലുള്ള വഴക്കാണ് രാവിലെ തന്നെ ഉണ്ടാകുന്നത്. രാവിലെ വേക്കപ്പ് സോങ് കഴിഞ്ഞതും അനീഷിന് ഒരു വഴക്ക് മുഖ്യമാണ്. അതൊരു ഗെയിമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറൊന്നല്ല, എല്ലാ ദിവസവും രാവിലെ അനീഷിന്റെ വക ഒരു കണ്ടന്റ് ഉറപ്പാണ്. അത് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇരയാക്കിക്കൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ബിന്നിയായിട്ടാണ് അനീഷ് വാക്കേറ്റുണ്ടാവുന്നത്. അതായത് വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂല് എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ബിന്നിയോട് പറയുന്നു. ബിന്നി അത് പറ്റത്തില്ല, ബിന്നിയല്ല കൊണ്ടുവന്ന് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ വാക്കുതർക്കമാണ് രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രാവിലെ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. പണിപ്പുര ടാസ്കിലേക്ക് പോകാനായിട്ട് 5 പേരെ തെരഞ്ഞെടുത്ത് 5 പേര് 10 സെക്കൻഡ് കൊണ്ട് പണിപ്പുരയിൽ പോയി സാധനങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് വരാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ട് 5 പേര് പോയി പിക്ക് ചെയ്തുകൊണ്ട് വരുന്നു. അതിനുശേഷം 10 പേര് പോയിട്ട് 10 സെക്കൻഡ് കൊണ്ട് 1500 പോയിന്റിനുള്ള സാധനങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അതും വിജയകരമായിട്ട് ഇന്ന് 2 പണിപ്പുര ടാസ്ക് ഒക്കെ വളരെ മനോഹരമായിട്ട് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തായിരുന്നു കേട്ടോ. കുറച്ചുകൂടി പ്ലാനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹൗസ് മേറ്റ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനോടും അനീഷും സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അനീഷ് എന്ന മത്സരാർത്ഥിയുടെ വേറൊരു ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയാൾ ഗെയിം ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചൊക്കെ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹൗസ് മേറ്റ്സ് ആയിട്ട്. കൂടുതലായിട്ട് ഇറിറ്റേറ്റിംഗ് ഗെയിം കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിലും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 ആഴ്ച ഇങ്ങനെ പൂർത്തിയാവാനായിട്ട് ഇരിക്കുന്ന ഈ നിമിഷത്തിൽ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ബിഗ് ബോസ് വീട്ടിലെ നല്ല മികച്ച ഒരു മത്സരാർത്ഥിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ കണ്ണു അടച്ച് പറയും, അത് അനീഷാണ്. വേറെ ഒന്നുമല്ല, അയാളുടെ ഗെയിം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇറിറ്റേറ്റിംഗ് ഗെയിം ആണെങ്കിലും പുറത്ത് ഈ കണ്ടസ്റ്റന്റിന്, അതായത് അനീഷിന് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, റിവ്യൂസിന്റെ ഇടയിലായിക്കോട്ടെ, ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനീഷാണ് ഒരു മികച്ച മത്സരാർത്ഥി. കഴിഞ്ഞ ദിവസത്തെ അനീഷിന്റെ പ്രകടനമൊക്കെ അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇനിയും മുന്നോട്ട് പോകുന്തോറും അനീഷ് നല്ല രീതിയിൽ കളിക്കും. ആ ഫയർ കുറയ്ക്കാണ്ട് നല്ല രീതിയിൽ കളിച്ചു പോയി കഴിഞ്ഞാൽ ടോപ്പ് 5 അല്ലെങ്കിൽ വിന്നർ ഒക്കെ ആവാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 മെയിൽ കണ്ടസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒരുവിധം വന്ന എല്ലാവരും മോശമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അക്ബറും അപ്പാനിയൊക്കെ ചുമ്മാ വെറുതെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു പോകുന്നല്ലാതെ നല്ലൊരു കണ്ടന്റോ അല്ലെങ്കിൽ നല്ല ഒരു ഗെയിമോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പാനി ശരത്ത് ചെറുതായിട്ടൊരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. അത് വിജയിക്കുമോ അതോ അപ്പാനി ശരത്തിന് തന്നെ അത് വിനയാകുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ചെറിയ ഹിന്റൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട്. RJ ബിൻസിയുമായിട്ട് ഒരു ലവ് ട്രാക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. എന്തോ നടക്കുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പാനി ശരത്തിന് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ സീസണിലോ അതിന് മുന്നത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഒത്തിരി ലവ് ട്രാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പാനി ശരത്തും ബിൻസിയുമായിട്ട് ഒരു ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാളുടെയും ഗെയിമിനെ അത് നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ന് നടന്നത് ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷൻ ആണ്. ക്യാപ്റ്റൻസിയിലേക്ക് 3 പേരെ തിരഞ്ഞെടുക്കുന്നത് ആര്യനെയും ജിസേലിനെയും പിന്നെ മൂന്നാമതായിട്ട് അഭിശ്രീയാണ് കേട്ടോ. 3 പേരാണ് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത്. ആരാവും ക്യാപ്റ്റൻ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. ജയിൽ നോമിനേഷനകത്ത് കൂടുതൽ ആൾക്കാരും പറഞ്ഞത് രേണു സുധീനാണ്. രേണു സുധി 2 ആഴ്ചത്തെ ഗെയിം ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കണ്ടന്റ് അല്ല, ഗെയിമിലൊന്നും പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കാണുന്നവർക്കും അറിയാം. രേണു സുധി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. രേണു സുധീനെ പുറത്ത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് പറയുന്നവരും കളവ് പറഞ്ഞൊന്നും എന്താ പറയുക, രേണു സുധിയെ കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നവരും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ 2 ആഴ്ചത്തെ അല്ലെങ്കിൽ 2 ആഴ്ചത്തെ രേണു സുധിയുടെ ആ വീട്ടിലുള്ള ജീവിതം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് വലിയ പ്ലെയർ ഒന്നുമല്ല, ഗെയിമിലൊന്നും ഭയങ്കരമായിട്ട് ആക്റ്റീവ് അല്ല. പക്ഷെ നല്ലൊരു മനസ്സ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് രേണു സുധി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും രേണു സുധി വെറുതെ കച്ചറ ഉണ്ടാക്കുക, പരദൂഷണം പറയുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്കും അവർക്ക് നേരെ വരുന്ന
കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോവുക എന്നല്ലാതെ സ്വന്തമായിട്ട് കുറച്ച് കോമഡി, അതായത് ചെറിയ നർമ്മം കലർന്ന സംസാരമൊക്കെ ആയിട്ട് നല്ലൊരു മത്സരാർത്ഥി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഗെയിമിൽ ഭയങ്കരമായിട്ട് ഫിസിക്കൽ ടാസ്ക് ഒന്നും ചെയ്യാൻ കൽപ്പില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് എങ്കിൽ കൂടി ആ വീട്ടിൽ ഒരു വൈബ് ഉണ്ടാക്കാനായിട്ട് 2-3 പേർക്കാണ് കഴിയുന്നത്. അതിലൊരാള് രേണുസുതിയാണ് കേട്ടോ. രേണുസുതിയൊക്കെ ഔട്ടായി പോയി കഴിഞ്ഞാല് ബിഗ് ബോസ് വീട്ടില് വലിയ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന, കാണാനായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു വലിയ ഘടകങ്ങളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കണ്ടസ്റ്റന്റും നവീൻ, രേണുസുതി, പിന്നെ ജിസേൽ, അനീഷ്, ഇവര് 4 പേരൊക്കെയാണ് ഇപ്പം കണ്ടന്റ് ബേസ് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ശാരിക ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലപോലെ സംസാരിക്കാൻ അറിയുന്ന ശാരികയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ ഇവരൊക്കെ ഉള്ളൂ കേട്ടോ. അക്ബറും അപ്പാനി ശരത്തിനെ ഒന്നും നമുക്ക് ഈ ഗെയിമില് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിലയിരുത്താനേ കഴിയില്ല. അനുമോളും RJ ബിൻസിയും ബിന്നിയും ഒക്കെ ഒരു മീഡിയം ലെവലിലുള്ള ഗെയിമേഴ്സ് ആണ്. എങ്കിലും എല്ലാവരും വലിയ കുഴപ്പമില്ല. 2 ആഴ്ച ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിപ്പിക്കാതെ കാണാനുള്ള ഒരു കണ്ടന്റ് ഒക്കെ എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു നല്ലൊരു എന്താ പറയുക, ഗെയിം നന്നായിട്ടൊന്ന് മുറുകണമെങ്കിൽ ചിലപ്പോൾ ഇനി വൈൽഡ് കാർഡ് ഒക്കെ വരേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഉള്ളിലുള്ളവരില് ബോയ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആണുങ്ങളായിട്ടുള്ള കണ്ടസ്റ്റൻസിൽ അപ്പാനി ശരത്ത് ആയിക്കോട്ടെ, അഭിശ്രീ ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഒനീൽ ആയിക്കോട്ടെ, നമ്മുടെ നവീൻ, പിന്നെ അനീഷ്, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നില്ല. വെറുതെ എന്താ പറയുക, ചില പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ലേഡി കണ്ടസ്റ്റൻസിന്റെ ചെറിയ കുറ്റങ്ങളും കുറവുകളും പരദൂഷണമായിട്ട് ഒരു പരദൂഷണ കമ്മിറ്റി പോലെ ഇരിക്കുകയല്ലാതെ അവര് പരസ്പരം ഉണ്ടാകുന്ന തെറ്റുകളോ കുറ്റങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഗെയിം ഇറക്കുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ഷാനവാസ് തന്നെയാണ്. ഷാനവാസ് കുറച്ചുകൂടി മാനുഷികമായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട്, അവിടെയുള്ള കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ ബിഹേവ് ചെയ്യാനും നല്ലൊരു ഗെയിമറായിട്ട് കുറച്ചുകൂടി തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഷാനവാസിനെ വേണേ എടുക്കാം. അനീഷാണ് ഈ ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി, അല്ലെങ്കിൽ നല്ലൊരു ഗെയിമർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയുള്ള വീട്ടിലുള്ള അവരെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിലും ഇവര് അപ്പാനി ശരത്തും അക്ബറും ഒക്കെ ചെയ്യുന്ന രീതിയിൽ വലിയ പ്രൊവോക്കിംഗ് ചെയ്യുന്ന തരത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഭാഷകളൊന്നും പ്രയോഗിക്കുന്നില്ല. സ്ത്രീകളോടാണെങ്കിലും മാന്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. ഇവന്മാരാണ് കൂടുതലായിട്ടും മറ്റുള്ളവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത്. അക്ബർ കഴിഞ്ഞ ദിവസം ഒണിയിലിനെ തെറി വരെ വിളിക്കുന്നുണ്ട്. അവരുടെ സംസ്കാരം എന്താണെന്നുള്ളത് കുറച്ചൊക്കെ വെളിവാക്കുന്ന തരത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കതിനകത്ത് ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത അപ്പാനി ശരത്ത് ആയിട്ടുള്ള ഒരു അപ്പാനി ശരത്തിന്റെ പ്രവർത്തികളും സംസാര രീതിയാണ് കേട്ടോ. ഒരാളോടും ഒരു മര്യാദ ഇല്ലാത്ത തരത്തിലാണ് അപ്പാനി ശരത്ത് ചില സമയത്ത് അനീഷിനോടും മറ്റേ ഷാനവാസിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കൊരിക്കലും മാതൃകയാക്കി എടുക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ മൈൻഡിൽ അവരാണ് വലിയ ഗെയിമേഴ്സ്, അല്ലെങ്കിൽ ഈ സീസണിലെ രാജാക്കന്മാർ അവരാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇനി വൈൽഡ് കാർഡ് കയറി കഴിയുമ്പോൾ കുറച്ച് ന്യൂസൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ടും ന്യൂസൊക്കെ കുറച്ചൊക്കെ അപ്പാനി ശരത്തിനും അക്ബറിന്റെ ഒക്കെ ചെവിയിൽ എത്തിക്കാനുള്ള വഴിയുണ്ട്. അപ്പം ആ സമയത്ത് വേണമെങ്കിൽ ഇവരുടെയൊക്കെ ബുദ്ധി ഉദിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇന്നത്തെ ദിവസത്തിൽ വേറൊരു കാര്യം നടന്നത് ജയിൽ നോമിനേഷൻ ആണ്. ജയിൽ നോമിനേഷനിലേക്ക് മെയിൻ ആയിട്ട് എല്ലാവരും എടുത്ത പേര് രേണുസുതിയുടെയാണ് കേട്ടോ. രേണുസുതിന്റെ പേരിന് ശേഷം അടുത്തതായിട്ട് എടുത്തത് കലാഭവൻ സരികയുടെ പേരാണ്. പിന്നെ നവീന്റെ പേര്. നവീൻ വളരെയധികം കുട്ടിക്കളി കളിക്കുകയാണ്, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് ഭക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവീനെ നോമിനേറ്റ് ചെയ്യുന്നത്. കലാഭവൻ ശാരികനെ ഗെയിമിലൊന്നും വലിയ ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരിഖിനെ നോമിനേറ്റ് ചെയ്യുന്നു കേട്ടോ. 3 പേരെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നുണ്ട്. അതിൽ 2 പേര് മാത്രം ജയിലിനുള്ളിലും ഒരാൾ ജയിലിന് പുറത്തുമാണുള്ളത്. ഷാരിക പുറത്തും നമ്മുടെ രേണുസുതിയും നവീനും ജയിലിനകത്തുമാണ്. ജയിൽ ടാസ്ക് ആയിട്ട് കൊടുക്കുന്നത് 2 ഭരണികളിൽ, ഒരു ഭരണിയിൽ നെല്ലിക്കയും ഒരു ഭരണിയിൽ നാരങ്ങയും കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഭരണിയിലേക്ക് എറിഞ്ഞ് ഉള്ളിലേക്ക് ഇടുക. അതിനുശേഷം ബസർ ടു ബസർ ടാസ്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മസാലയും ഉപ്പും ഒക്കെ
കുറച്ച് ദൂരെ ഒരു പോഡിയത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് ഭരണയിലിട്ട് ജയിലിനുള്ളിലേക്ക് ബസർ അടിക്കുന്നതിന് മുൻപ്, സെക്കൻഡ് ബസർ അടിക്കുന്നതിന് മുൻപ് കയറുക എന്നുള്ളതാണ് ടാസ്ക്. ഒരു 8-9 മണിക്ക് തുടങ്ങിയ ടാസ്ക് 12-1 മണി വരെയൊക്കെ ടാസ്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. രേണുസുതിയും നവീനൊക്കെ കുറെ നാരങ്ങ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ക്ഷീണിക്കുന്നുണ്ട്. അവസാനം ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയതിനു ശേഷം അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ഒക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ ദിവസം രാത്രി 12:30 ഒക്കെ ആകുമ്പോഴത്തേനും ഉള്ളത്. പിന്നെ രാവിലത്തെ ഒരു ക്രാഷ് ഉണ്ടായിരുന്നു. അനുമോളും ജിസയിലും ആയിട്ടുള്ള ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ജയിൽ നോമിനേഷനിൽ അനുമോളിനെ കള്ളിയെന്നും മറ്റേ ചപ്പാത്തി എല്ലാം കട്ടെടുത്തെന്നൊക്കെ പറഞ്ഞ് ജിസയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രൊവോക്ഡ് ആയിട്ട് അനുമോള് ജിസൈലിന് നേരെ വരുന്നുണ്ട്. ജിസൈലിന്റെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ മാറ്റുന്നുണ്ട്. ജിസൈലിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറഞ്ഞ് ജിസൈൽ ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവബഹുലമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് കേട്ടോ. ഇനിയും ബിഗ് ബോസിന്റെ കളികൾ ഇങ്ങനെ മുന്നോട്ട് പോകും. ഓരോ ദിവസവും നല്ല വെറൈറ്റി ഗെയിമുകളൊക്കെയാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. ജയിൽ ടാസ്ക് ആയാലും ബാക്കിയുള്ള പണിപ്പുര എന്ന് പറയുന്നത് വലിയൊരു പണിയായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷെ കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പണിപ്പുര ഈ പ്രാവശ്യം. കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നുണ്ട്. കുറച്ച് നാൾ കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നട്ടെ. ഈ പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് തീർക്കുമായിരിക്കും എന്ന് തോന്നുന്നു. ഈ സീസൺ മുഴുവൻ ഇങ്ങനെ ഇവര് ഈ ഇട്ട ഡ്രസ്സുമായിട്ട് നിർത്തുമെന്ന് തോന്നുന്നില്ല. കുറേ അധികം ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പൊ അതൊക്കെ തിരിച്ചു കൊടുക്കുമായിരിക്കും ഒരു മാസത്തിന്റെ ഉള്ളിൽ എല്ലാ ഗെയിമിലൂടെ അല്ലെങ്കിൽ ഈ ടാസ്കിലൂടെ, പണിപ്പുര ടാസ്കിലൂടെ തന്നെ എല്ലാം ഇവർക്ക് തിരിച്ചു കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രീസിനാണ് കേട്ടോ. അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകൾ, 2 ആഴ്ചന്റെ ഉള്ളിൽ മിക്കവാറും ഒരു 4-5 വൈൽഡ് കാർഡ്സ് ഉണ്ടാവും. കയറി കഴിഞ്ഞാലാണ് ഗെയിം ഒന്ന് ചേഞ്ച് ആവുക. കാരണം അതിനകത്ത് രാജാവാണെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ അതൊന്നുമല്ല, അവര് പുറത്ത് അവർക്ക് നെഗറ്റീവ് ആണ് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം മുതലായിരിക്കും ചിലപ്പം ഗെയിമിന് ഒരു ചേഞ്ച് വരിക. അനീഷ് വളരെ സേഫ് ആകും എന്നാണ് വിചാരിക്കുന്നത്. അനീഷിന് പ്രേക്ഷക പിന്തുണ കൂടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ടോക്സിക് ആയിട്ടുള്ള ഒരു രാജാവല്ല അനീഷ് എന്ന് 2 ആഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അനീഷ് സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞിട്ടാണ് വീടിനകത്തോട്ട് കയറി വരുന്നതെങ്കിലും അവിടെയുള്ള സ്ത്രീകളോടും മറ്റുള്ള കണ്ടസ്റ്റന്റിനോടൊക്കെ വളരെ മാന്യമായിട്ട് മര്യാദയോട് കൂടിയിട്ട് മാത്രമേ, പക്ഷെ അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിലും മാന്യത വിട്ടിട്ട് ഈ അക്ബറോ അപ്പാനി ശരത്തോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അഭിശ്രീയൊക്കെ പെരുമാറുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്ത രീതിയിലൊന്നും അനീഷ് കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അനീഷ മാറും ഇനിയുള്ള ആഴ്ചകളിൽ, അല്ലെങ്കിൽ ഇനിയുള്ള ബിഗ് ബോസിന്റെ യാത്രയിൽ അനീഷിന്റെ പ്രേക്ഷക പിന്തുണ കൂടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രേണുസുധീനെ പോലത്തെ കണ്ടസ്റ്റൻസ് ആ വീട്ടിൽ ഉള്ളത് വളരെ നല്ലതാണ്. കാരണം കുറച്ച് അധികം എന്റർടൈൻ ചെയ്യിക്കാനായിട്ട് രേണുസുധിക്കും നെവിനെ പോലെയുള്ള കണ്ടസ്റ്റൻസിന് കഴിയുന്നുണ്ട്. അപ്പം അതും നമുക്ക് ഈ ഷോയിൽ ആവശ്യമായതുകൊണ്ട് നെവിനും രേണുസുധിയൊക്കെ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ പ്രേക്ഷകരുടെ ഇഷ്ടമല്ലേ വിന്നർ ആക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ. ആരെ വിന്നർ ആക്കണമെന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കുക. കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ആൾ എന്തായാലും വിജയിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നല്ലൊരു കണ്ടസ്റ്റന്റ് ഇതുവരെ ബിഗ് ബോസിൽ നിന്നും വിന്നർ ആവുന്നതിൽ കൂടുതലായിട്ട് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് വിന്നർ ആയിട്ടുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു വിന്നറിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഈ പ്രാവശ്യമെങ്കിലും മലയാളം ബിഗ് ബോസിന് കഴിയട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. സൈനിങ് ഓഫ്, അനിരുദ്ധ്.